വേടന്റെയൊക്കെ മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത. ഹലോ. അയ്യോ സമയമായി. മോനെ ജാസി ഗിഫ്റ്റെ, നിന്നെ ആകാശത്ത് നിന്ന് ശുദ്ധസംഗീതം കലക്കി കുടിച്ചിട്ട് ദൈവം ഭൂമിയിലോട്ട് ഇറക്കി വിട്ടിട്ടുള്ള പാട്ടുകാരൊന്നും അല്ലല്ലോ, ഗാനഗന്ധർവനൊന്നും അല്ലല്ലോ നീലേ. നീ വന്നതിനേക്കാൾ നെക്സ്റ്റ് ലെവലിലോട്ട് വേടൻ്റെ പാട്ടുകൾ വന്നു. അതല്ലെങ്കിൽ വേടനെ ഈ നാട്ടിലെ ആൾക്കാർ നെഞ്ചിലോട്ട് ഏറ്റി എന്നുള്ള തോന്നൽ വന്നത് കൊണ്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു കുത്തലുണ്ടാവും, ഒരു വൃത്തികെട്ട കുത്തൽ. ആ കുത്താണ് നീ പുറത്ത് കാണിച്ചിട്ടുള്ളത്. 4 മണിൻ്റെ ചായയും 6 മണിൻ്റെ പാട്ടും അതിൻ്റെ കൂടെ ഇരുന്ന് കൊണച്ചോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കിണുകിക്കൊണ്ടിരിക്കുന്ന ജയരാജും വലിയ ഡയറക്ടറാ. അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഏതൊരു ഓൻ ഏതോ 1-2 സിനിമയിലാണ് ഉള്ളത്. ഒരു കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു നടനും അതിൻ്റെ അപ്പുറത്തേക്ക് ടിനി ടോമും. നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് ചിരിച്ച് തള്ളിയ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ അതിനുള്ളൊരു ആൻസർ, വേടനെ പറ്റി അവതാരിക ചോദിച്ച സമയത്ത് ആ ക്വസ്റ്റ്യൻ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട്, അതല്ലെങ്കിൽ എന്താണ് ചോദിച്ചത് അല്ലെങ്കിൽ തനിക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കൊണയ്ക്കണമായിരുന്നു. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതല്ലാണ്ട് ക്വസ്റ്റ്യൻ പോലും കംപ്ലീറ്റ് ആക്കാൻ കാട്ടാത്ത നീ കാണിച്ച പ്രാങ്കല്ല നീ കാണിച്ച ഗോഷ്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് നാശമേ വരാൻ പോകുന്നുള്ളൂ. നീ ഒരു കാലത്ത് ജയരാജിൻ്റെ ഫോർ ദ പീപ്പിൾ മൂവി കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നിൻ്റെ വെറൈറ്റി സൗണ്ടും ഒരു ഡിഫറെൻറ്റ് കമ്പോസിങ്ങും ആ പാട്ടിന് വന്നതുകൊണ്ടും അതിനുശേഷം 1, 2, 3, 4 പാട്ട് നിൻ്റെത് ഹിറ്റായിട്ടുണ്ട്. പിന്നെ ഈ ആ ഒരു സുരേഷ് ഗോപിൻ്റെ മൂവിയിലെ ഇങ്ങനത്തെ കുറച്ച് പാട്ടുകൾ ഹിറ്റായി എന്നല്ലാണ്ട് നിൻ്റെ ഒരു പാട്ട് പോലും നിലം തൊട്ടിട്ടില്ല നീ ആലോചിക്കണം. പക്ഷെ എങ്കിലും നീ അന്ന് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല പാട്ടുകളുടെ പേരിൽ മാത്രം നീ ഇവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതല്ലാണ്ട് വേടൻ്റെ രാഷ്ട്രീയം, വേടനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ വേടനെ ഉയർത്തിപ്പെടുന്ന ഒരു നിലപാടുണ്ട്. അത് വ്യക്തമായിരുന്നു ആൾക്കാർക്ക്. അതുകൊണ്ടാണ് ആൾക്കാർ വേടനെ സപ്പോർട്ട് ചെയ്യുന്നത്. വേടൻ്റെ പാട്ടിനേക്കാൾ കൂടുതൽ വേടൻ്റെ നിലപാടുകളും വേടൻ്റെ രാഷ്ട്രീയവും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നീയൊക്കെ ഇങ്ങനെ വന്ന് കൊണച്ചുകൊണ്ട് 6 മണിൻ്റെ പഴംപൊരിയും ചായയും കുടിച്ച് വീട്ടിലിരിക്കാൻ നിനക്കൊക്കെ നിൻ്റെ പാട്ടുകളൊക്കെ തുടക്കത്തിൽ അങ്ങ് മാനം മുട്ട പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാതാളം മുട്ട ഇതിൻ്റെ പല പാട്ടുകളും പോയിട്ടുള്ളത്. ആ പേരേ നിനക്കുള്ളൂ എന്ന് ജാസി ഗിഫ്റ്റ് നീ മനസ്സിലാക്കിയാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും.